CPM ജില്ലാ നേതൃത്വത്തെ ഞെട്ടിച്ച് വടകരയിൽ വീണ്ടും പ്രതിഷേധ പ്രകടനങ്ങൾ. മുതിർന്ന നേതാവായ PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ തിരുവള്ളൂരിലും മുടപ്പാവിലും പ്രതിഷേധങ്ങൾ നടന്നു. പാർട്ടിയുടെ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദിവാകരൻ നേതൃത്വത്തിന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും പ്രകടനങ്ങൾ. വടകര മേഖലയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദി എന്ന നിലയിലാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ദിവാകരനെ വെട്ടിനിർത്തിയത്. ഏരിയ സമ്മേളനത്തിൽ നടന്ന മത്സരവും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദിവാകരൻ ഉൾപ്പെടുന്ന മേഖലകളിൽ പാർട്ടി വോട്ടുകളിൽ ഉണ്ടാക്കിയ ചർച്ചയും ഒഴിവാക്കലിന് കാരണമായി. ഇത്തവണ മാത്രം ഏരിയ കമ്മിറ്റിയിലെത്തിയ വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ബിന്ദുവിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ പാർട്ടി വിമർശനങ്ങൾ പിന്നീട് പരസ്യ പ്രതിഷേധമായി മാറുകയായിരുന്നു. ആദ്യം മണിയൂരിൽ നടന്ന പ്രതിഷേധങ്ങളെ പാർട്ടി തള്ളി. പിന്നാലെയാണ് മുടപ്പിലാവിലും തിരുവള്ളൂരിലും പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. രണ്ടിടത്തുമായി 40ഓളം പേർ മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തി. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരിൽ ഏറിയ പങ്കും CPM അനുഭാവികളാണ്. അനുഭാവികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നേതൃത്വം തീരുമാനം തിരുത്തുമെന്നാണ് പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ പ്രതീക്ഷ. പ്രതിഷേധത്തെ തുടർന്ന് കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റിയ ചരിത്രമാണ് വിമതർ ചൂണ്ടിക്കാട്ടുന്നത്. തിരുത്തലുണ്ടായില്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ആലോചനകളും നടത്തുന്നുണ്ട്. സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട PK ദിവാകരൻ ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വടകരയിൽ നടന്ന ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ കാര്യമായ തീരുമാനങ്ങളിലേക്ക് കടന്നില്ല. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നുമാണ് തീരുമാനം. News 18 കോഴിക്കോട്.